ഒരു വശത്ത് കാട്, മറുവശത്ത് ജീവിതം. വന്യമൃഗങ്ങൾക്കൊപ്പം ഓരോ ദിവസവും അതിജീവനത്തിനായി പോരാടുന്ന 12 കുടുംബങ്ങൾ. വർഷങ്ങളായി പുനരധിവാസം വാഗ്ദാനം കേൾക്കുന്നുണ്ടെങ്കിലും സുരക്ഷിതമായൊരു വീട് ഇന്നും അവർക്ക് കിട്ടാക്കനിയാണ്. കൊല്ലം കുളത്തൂപ്പുഴ ഡാലികരിക്കം വനത്തിനുള്ളിൽ നിന്ന് രാജ്കുമാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. കുളത്തുപുഴ ആറിന് കുറുകെയുള്ള ഈ ഒരു നൂൽപ്പാലം എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്രയും വീതിയേ ഉള്ളൂ. ചെറിയ ആ വീതിയിലൂടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രം കടന്നു വരാവുന്ന ആ പാതയാണ് എങ്ങോട്ടേക്കുള്ളൊരു വനപാത. അവിടെ 12 കുടുംബങ്ങൾ മാത്രം. ഡാലികരിക്കം ആ മേഖലയിലാകെ കാട്ടാന ശല്യവും വന്യമൃഗങ്ങളേ ഉള്ളൂ. അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര. അവിടെ 12 കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതാണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടെ ഓരോ ദിവസവും തുടങ്ങുന്നത് പ്രതീക്ഷയോടെയല്ല, ഭയത്തോടെ. 80 വയസ്സുകാരി ഓമന താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഈ ചെറിയ വീട്ടിൽ. കാട് ഇവരുടെ അയൽക്കാരിയല്ല, വീടിന്റെ മുറ്റം. ഏതു നിമിഷവും കാട്ടാനയെത്താം, കാട്ടുപോത്ത് മുന്നിൽ നിൽക്കാം. പ്രായം ശരീരത്തെ തളർത്തിയെങ്കിലും ഭയം ഓമനയെ ഓരോ ദിവസവും പോരാടാനും പഠിപ്പിക്കുന്നു. ഈ ഏകാന്തതയിൽ ഓമനയ്ക്ക് തുണയാകുന്നത് മനുഷ്യരല്ല, വളർത്തുനായ അപ്പവും പൂച്ചകളായ പാത്തവും. ഈ നിശബ്ദക്കാട്ടിൽ ഇവരാണ് ഓമനയുടെ കുടുംബം, ഇവരാണ് കാവൽ. മ്ലാവ് മുറ്റത്താണ് വന്ന് നിൽക്കുന്നത്. നേരെ സന്ധ്യ ആകുമ്പോൾ ഇറങ്ങും. ആന അത് ആ പോസ്റ്റിൻ്റെ അവിടെയാണ് ആന വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാം ഉണ്ട്. പുലി, കടുവ, കരടി, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇവിടെ പിന്നെ കരടിയൊക്കെ ഇറങ്ങി വരും. അല്ല ബാക്കി എല്ലാ മൃഗങ്ങളും കാട്ടിനകത്തുണ്ട്. പിന്നെ ഇവരൊക്കെ അമ്മയുടെ കൂട്ടുകാരാണോ? എൻ്റെ കൂട്ടുകാർ തന്നെ എല്ലാവരും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നേരം സന്ധ്യയപ്പോൾ കൂട്ടുകാരൊക്കെ വരും. അവരോടൊക്കെ വർത്തമാനം പറയാറുണ്ടോ? കഴിക്കാൻ കൊടുക്കുമോ? കഴിക്കാൻ കൊടുക്കാൻ ഞാൻ കുടിച്ചിട്ട് വേണ്ട അവർക്ക് കൊടുക്കാൻ. മഴ പെയ്ത മണിമാളിയിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും ചെട്ടെങ്കിലും തിരക്കി പോകണം. ഇവിടെ കാട്ടറൂമില്ല, കുളിമുറിയില്ല, ഒന്നുമില്ല. ഓമനയുടെ കഥ ഒറ്റപ്പെട്ടതല്ല. വനത്തിനുള്ളിൽ കഴിയുന്ന 12 കുടുംബങ്ങളുടെയും ജീവിതം ഏതാണ്ട് ഇതുപോലെ തന്നെ. രാത്രി വീണാൽ വന്യമൃഗങ്ങളുടെ ഭീഷണി, പുലർന്നാൽ സുരക്ഷിതമായ ഒരു ജീവിതത്തിനായുള്ള കാത്തിരിപ്പ്. പിള്ളേർ സ്കൂളിൽ പോകുന്ന തന്നെ ഭയങ്കര പാടാണ്. പിന്നെ രാത്രിയിൽ ഉറക്കം, സമാധാനമില്ലാത്ത ഉറക്കം, പേടി. പിന്നെ കാഴ്ചയിൽ തന്നെ കുരങ്ങ് ശല്യം, സിംഹവാലം കുരങ്ങ്, മലയെണ്ണ. ഇവിടം വരെ ആന വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറത്തിട്ടത് കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഒരാൾ വെറുതെ ഇരിക്കണം വീട്ടിൽ. ഉണ്ടെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതും പാടാം. റോഡ് ശരിയല്ലാത്തതുകൊണ്ട് അത് പാടും. പുനരധിവാസം എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടായി. പക്ഷെ ഇന്നും ഇവരുടെ വിലാസം കാടാണ്, കൂട്ടുകാരി ഭയവും. നല്ല ദുഃഖകരമായ ജീവിതമാണ്. ആന, പന്നി, കരടി, പുലി, പിന്നെ ഇല്ലാത്ത മൃഗങ്ങൾ കുറവാണ്. പിന്നെ ആ വനമധ്യേ നമ്മളിങ്ങനെ ഒരു ദൈവവിശ്വാസം കൊണ്ടങ്ങ് ജീവിച്ചു പോകുന്നു. നമ്മളാര് കാണാതിരിക്കുന്നു, ആര് നോക്കാതിരിക്കുന്നു. നമ്മുടെ ജീവന് നമുക്ക് തന്നെ പേടിയായിട്ട് ഇപ്പോൾ ഇരിക്കുക. വനവകുപ്പിനോട് പറയുമ്പോൾ അവർക്ക് ജീവനുണ്ട്. ആനയെ കാണാൻ വന്നിറങ്ങി കഴിഞ്ഞാൽ അവരെ വിളിക്കുമ്പോൾ അവർ പറയും, അയ്യോ ഈ രാത്രിയിൽ എങ്ങനെ വരും. ജീവൻ രക്ഷിക്കാനുള്ള ഈ കാത്തിരിപ്പിന് ഇനിയെങ്കിലും അവസാനമുണ്ടാകുമോ? അതാണ് ഈ കുടുംബങ്ങളുടെ ചോദ്യം. ഞാനിപ്പോൾ ഈ വേണുചാട്ടിൻ്റെ വീട്ടിലേക്ക് ഒരു തോടിൻ്റെ കുറുകിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പോസ്റ്റിൽ കൂടെയാണ് കയറി അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക് പോകേണ്ടത്. ഇതാണ് ഇവരുടെ ജീവിതം. ഇതുപോലുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് പുറം ലോകം കാണണം, പുനരധിവാസം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. പലതവണ ഇവർ ഗവൺമെൻറ്റിനെ സമീപിച്ചു, ഒന്നും ആയിട്ടില്ല. വനം വകുപ്പ് ഏതാണ്ട് കൈ ഒഴിഞ്ഞ മട്ടാണ്. അവർ നൽകുന്നില്ല. ഇവിടെ ഇത് പുനരധിവാസത്തിനുള്ള ഒരു സഹായം ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഈ നമ്മുടെ വേണുചേട്ടൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പരാതി. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ ഈ ആനയുടെയും പുലിയുടെയും കരടിയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ആ വന്യജീവികളുടെ നടുവിൽ നിന്ന് ഇവർക്കും നല്ലൊരു ജീവിതം കിട്ടും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.